കുറച്ച് നാളുകളായി കേൾക്കുന്നതാണ് കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പോകുമെന്ന്. അത് തന്നെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. രണ്ട് നേതാക്കൾ തമ്മിൽ, ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള തർക്ക രൂക്ഷമായിരിക്കുന്നു. ഇത് എവിടെ പോയി നിൽക്കും? അത് വ്യക്തമായിട്ട് വാട്ടർ മിനിസ്റ്റർ അഗസ്റ്റിൻ ഇന്നലെ സൂചിപ്പിച്ചു. ഇതിൽ സ്ഥാനാർത്ഥി നിൽക്കുന്നതാണ് തർക്കം. കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ മാണി തോറ്റതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മിനിസ്റ്ററാവാൻ കഴിഞ്ഞത്. ഇപ്പം റോസ് അഗസ്റ്റിൻ നേരെ CMന്റെ വിശ്വസ്തനായി. അപ്പോൾ ഇവിടെ പിളർപ്പിലേക്ക് എത്തി നിൽക്കുന്നു. കാരണം ജോസ് കെ മാണി യാത്ര നയിക്കുന്നില്ല, UDFിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ വാട്ടർ മിനിസ്റ്ററായിരിക്കുന്ന അഗസ്റ്റിൻ അതിന് അനുകൂല നിലപാടെടുത്തിട്ടില്ല. സംഭവം വീണ്ടും പാലയിൽ ജോസ് കെ മാണിയെ നിർത്തി തോൽപ്പിച്ച് ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ മൂന്നാമതും വരെയാണെങ്കിൽ മന്ത്രിയാകണം. ഇത് മാണി സാർ അവിടെ നിന്നാൽ തോൽക്കുമെന്ന് ഉറപ്പാണ്. പാരമ്പര്യമായി നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിന് തട്ടകമാണ്. അല്ല, ജോസ് കെ മാണിയെ മാറ്റി നേതൃത്വ സ്ഥാനം ഇനി റോഷി അഗസ്റ്റിയുടെ കൈകളിലേക്ക് വരണം. ഇന്ന് സംസ്ഥാന സമിതി അംഗങ്ങളും കൂടുതൽ ജില്ല, ഇങ്ങോട്ടൊന്നുമില്ല, അവരുള്ള സ്ഥലത്തെ ജില്ലകൾ മിനിസ്റ്റർ പറയുന്നതേ കേൾക്കുന്നുള്ളൂ. അവരുടെ പിണിയാളുകളാണ് പ്രൈവറ്റ് സെക്രട്ടറിമാരായിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് അവിടെ പവറില്ല. മാണി ഉണ്ടാക്കിയ പാർട്ടിയാണ് എങ്കിലും ഇദ്ദേഹത്തിനൊരു നേതൃത്വ പടവും ജോസ് കെ മാണിക്കില്ല. അതാണ് റോസി അഗസ്റ്റിൻ പറയുന്നത്. നല്ലൊരു നേതൃത്വം വരണം. അപ്പോൾ സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, നേതൃത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ അത് പറയുന്നത്. പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് നേതൃത്വമില്ല. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇനി പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ പൂർണ്ണമായി തന്നെ പരാജയപ്പെടും. കാരണം അവിടെ നിൽക്കുന്നത് ഷോൺ ജോർജാണ് NDA സ്ഥാനാർത്ഥി. മാണി സി കാപ്പനായിരിക്കും UDF പ്രതിനിധീകരിച്ച് നിൽക്കുന്നത്. ജോസ് കെ മാണി ആയിരിക്കും ഇടതുപക്ഷത്തിൻ്റെ LDF കാൻഡിഡേറ്റ്. ഇത് മൂന്നും വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും ജോസ് കെ മാണി തോക്കും. അവിടെ വിജയസാധ്യത വരുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിക്കുമല്ല, ഷോൺ ജോർജ്. അവിടുത്തെ പഞ്ചായത്തിൽ നിർണായക സ്വാധീനം ഇന്ന് NDA ആയി കഴിഞ്ഞു. തൊട്ടടുത്ത പഞ്ചായത്തായ പൂഞ്ഞാറെല്ലാം ഭരിക്കുന്നു. അപ്പോൾ PC ജോർജും മകൻ ഷോൺ ജോർജും ഇന്ന് NDA ക്യാമ്പിൽ എത്തിയപ്പോൾ നിരവധി നല്ല സഭകളെല്ലാം കേന്ദ്രത്തിൻ്റെ ചില കാര്യങ്ങൾ അവർക്ക് കിട്ടും എന്ന് ബോധ്യമായ സഭ സജീവമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം കോൺഗ്രസിലേക്ക് പോകുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതെ, അത് അവസാനം എത്തി നിന്നത് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിൽ അവിടെ അത് വഴിമുട്ടി. അതെ, അവസാന ഘട്ടത്തിൽ ഒരു UDFിലേക്ക് ജോസ് കെ മാണി പോകുമോ? അല്ല, UDFിൽ പോകാൻ വേണ്ടി ചർച്ചകൾ നടന്നു. ഇവർ ദുബായിൽ വെച്ച്. ഇവരുടെ ചർച്ചകളെല്ലാം ദുബായ് ആണല്ലോ. VD സതീശനാണല്ലോ നേതൃത്വം കൊടുക്കുന്നത്. പൂർണ്ണ പിന്തുണ KCയുടെ ഉണ്ട്. ഇപ്പോൾ BJP ഇന്ന് സന്ദീപ് വാര്യർ പോയി. ഇവിടെ ഒരിടം വെച്ചല്ല, അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് ദുബായിൽ വെച്ചാണ്. അടുത്തപ്പല ഇപ്പോൾ ശശി എന്ന് പറയുന്ന ആളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വഞ്ചിയത്തും നമ്മുടെ ഒറ്റപ്പാലം മേഖലകളിലുള്ള നേതാവ്. പുള്ളിക്ക് സീറ്റ് കിട്ടൂലെന്ന് പറഞ്ഞ് UDFിൽ നിൽക്കും. അതും ചർച്ചകൾ ദുബായിൽ വെച്ചാണ്. ജോസ് കെ മാണി ദുബായിലുള്ള സമയത്താണ് സതീശനുമായിട്ട് അവിടെ വിലപേശൽ നടന്നത്. അവിടെ ഇവിടെ റോസി അഗസ്റ്റിനുമായിട്ട് സംസാരിക്കാതെയാണ് പോയി ചർച്ച ചെയ്തത്. അപ്പോൾ റോസി അഗസ്റ്റിക്ക് ഈഗോ വന്നു. ഞാനിവിടെ മിനിസ്റ്ററായിട്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു കാര്യം ചോദിക്കാതെ മുന്നണി മാറുന്നതിനെക്കുറിച്ച് ഇയാളാരെ അവിടെ വെച്ച് ചർച്ച ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റിൽ ഇവിടെ വന്നപ്പം മിനിസ്റ്ററുടെ കൂടെയുള്ള ജില്ലാ കമ്മിറ്റികളും UDFിൽ പോകാൻ തയ്യാറല്ല. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കുവാൻ പിണറായി വിജയൻ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. ചേട്ടൻ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇടതുമുന്നണി നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ മത്സരിക്കുന്ന ജോസ് കെ മാണി പാലയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും. തീർച്ചയായിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോകും. ജോസ് കെ മാണി എന്ന് പറയുന്ന മാണി കേരള രാഷ്ട്രീയത്തിൽ ചെയ്തതിൻ്റെ ആ കുഴുകാലുവെട്ട് രാഷ്ട്രീയം ഇന്ന് പടച്ചോൻ കൊടുക്കുന്നത് സ്വന്തം മകനാണ്. സ്വന്തം മകൻ ഒന്നും അല്ലാതായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷനാവും. ഒന്നീ ജോസ് കെ മാണിക്ക് NDA ക്യാമ്പിൽ പോയി രാജ്യസഭയിൽ നിന്ന് കേന്ദ്രമന്ത്രിയാകുക എന്നുള്ള ഏക പവർ കിട്ടണമെങ്കിൽ അതേ ഉള്ളൂ രക്ഷ. UDFിൽ പോയാൽ ഒന്നുമല്ലാതെ ആകും. റോഷി അഗസ്റ്റിൻ വീണ്ടും മൂന്നാമതും പിണറായി വരുമെന്നുള്ള ധൈര്യത്തിൽ മുന്നണി സംവിധാനത്തിൽ LDFിൻ്റെ കൂടെ നിൽക്കും. പുതിയൊരു കേരള കോൺഗ്രസ് പിളർന്ന് ഇലക്ഷൻ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനം വെച്ചുകൊണ്ടുള്ള തോന്നൽ. ആ രീതിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പാലയിലും കോട്ടയത്തു നിന്നും വിളിക്കുമ്പോൾ
മാണി ജോസിനേക്കാളും ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ളത് പാല മേഖലകളിലും കോട്ടയത്തും റോസി അഗസ്റ്റിനാണ്. അല്ല, അങ്ങനെ പോകുകയാണെങ്കിൽ നിലവിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം ഈ ജോസ് കെ മാണി വിഭാഗത്തിന് കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് പാലയിൽ ഉണ്ടായത്. പിന്നെ എന്തിനാണ് വലിയ പ്രതീക്ഷ ഈ റോഷി അഗസ്റ്റിൻ വച്ചു പുലർത്തുന്നത്? കാരണം അദ്ദേഹത്തിന്റെ പിന്നിൽ അണികളില്ല. ജോസ് മാണി സാറിന്റെ മോന് അണികൾ കൂടെ ഇല്ല. അല്ല, റോഷിക്ക് തന്നെ വിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. റോഷി എങ്ങനെയും വിജയിക്കും. ഒരു തന്ത്രശാലിയാണ് റോഷി. മാണി സാറിന്റെ കൂർമ്മ ബുദ്ധികളെല്ലാം കൂടെ നടന്ന് പഠിച്ചത് ഈ റോസി അഗസ്റ്റിനാണ്. മകനെന്നുള്ള നിലയിൽ കൂടെ നടന്ന് പഠിക്കുവാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടുത്തെ റോസി അഗസ്റ്റിയുടെ വിജയം. കാരണം ഇദ്ദേഹത്തിന് ശകലമെങ്കിലും ആത്മാഭിമാനമോ ധൈര്യമോ ഇനി കേരള പൊളിറ്റിക്സിൽ നിൽക്കണമെങ്കിൽ UDF LDFിലും പോയാൽ ഒരു രക്ഷയും വരികയില്ല. ഇനി കുറച്ചു കാലം കേന്ദ്ര റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി NDA ആയിരിക്കും കേന്ദ്രം നോക്കുന്നത്. മാന്യമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ പോയാൽ രാജ്യസഭാ നോമിനേഷനിൽ ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ BJPയിലേക്ക് ജോസ് കെ മാണി വരികയാണെങ്കിൽ വീണ്ടും ഒരു പിളർപ്പിലേക്കല്ലേ പോകും? തീർച്ചയായിട്ടും പിളർക്കും. കേരള കോൺഗ്രസ് അല്ലെങ്കിലും ഇലക്ഷൻ സമയമാകുമ്പം പിളരുമെന്ന കോട്ടയത്ത് നിന്നുള്ള സകലരും പറയുന്നത്. ഇപ്പോൾ മാണി സാറ് നേരത്തെ PJ ജോസഫ് സാറും PT ചാക്കയൊക്കെയുള്ളപ്പം പറഞ്ഞിരുന്ന വാക്കെന്താണ് അസംബ്ലി? വളരും തോറും പിളരും, പിളരും തോറും വളരും കേരള കോൺഗ്രസ്. അങ്ങനത്തെ പാർട്ടിയാണ് കത്തോലിക്ക കേരള കോൺഗ്രസ് കേരളത്തിൽ. അപ്പോൾ കത്തോലിക്ക സഭകളുടെ പിന്തുണയെങ്കിലും ഉണ്ട് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസ്ഥാനം കിട്ടും. ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെക്കാളും മെമ്പർമാരും ചില പഞ്ചായത്തുകൾ NDA BJP PC ജോർജ് ഷോൺ അവിടെ ഭരിക്കുന്നുണ്ട്. അവരുടെ കമ്മിറ്റികളെല്ലാം BJPക്ക് നിർണായകമാണ്. ആ ഒരു നിജസ്ഥിതിയിൽ വരികയാണ് എങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ മാണി കോൺഗ്രസിനെ നയിക്കുവാൻ റോസി അഗസ്റ്റിനെ കൂടെ അണികളുള്ളൂ, കൂടെ മന്ത്രിമാരുടെ സ്റ്റാഫുകളായിട്ടിരിക്കുന്നവരും കൂടുതൽ ജില്ലാ കമ്മിറ്റികളും റോസി അഗസ്റ്റിൻ്റെ കൂടെയാണെന്നുള്ളത്. മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ ഒരു ശക്തമായ ഒരു മത്സരമായിരിക്കുമല്ലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം കാണാൻ പോകുന്നത്? തീർച്ചയായിട്ടും. പാല എന്ന് പറയുന്നത് കേരളത്തിലെ NDA ചരിത്രം ആവർത്തിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ വോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ കിട്ടിയിട്ടുള്ള വോട്ട് LDFിനെക്കാളും കൂടുതൽ അടുപ്പിച്ച് വോട്ട് വരുന്നത് NDA സഖ്യം, PC ജോർജ്, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി തുടങ്ങിയവർ മിഷണറി മേലധ്യക്ഷന്മാരും പവിത്രമായിട്ടുള്ള പിതാക്കന്മാരെയും കണ്ട് നല്ല വോട്ട് പെർസെൻറ്റേജ് അവിടെ ഭാരതീയ ജനതാ പാർട്ടി NDA എത്തിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സഭകൾ സഹായിക്കുകയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് 2 MLAമാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലുണ്ടാകും. ആ രീതിയിലുള്ള പ്രവർത്തന ബാന്ധവമാണ് ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും നമ്മുടെ PC ജോർജും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോസ് കെ മാണിയും കൂടി ചെല്ലുകയാണ് എങ്കിൽ വൻ വിജയമാകും കേരളത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, UDF വരുന്ന കാര്യം ഗവൺമെൻറ് സംശയത്തിൻ്റെ നിഴലിലാണ്. LDF വരുവാൻ വേണ്ടി അവരുടെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ പച്ച സർക്കാരുകളും മലപ്പുറം ബാച്ചുകളെല്ലാം തിരുവനന്തപുരത്ത് ഭരണം കൈയാളും. കോൺഗ്രസ് ഒന്നുമല്ല, 5 മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും വേണമെന്ന് വാദം വരികയാണെങ്കിൽ കോൺഗ്രസ് ഒന്നുമല്ലാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ നിരവധി വോട്ടുകൾ പിണറായിയുടെ LDFിലേക്ക് പോകാൻ ഉറപ്പാണ്. ആ രീതിയിൽ വരികയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രം അതാണ്. ഒരു വ്യവസായി ഇവിടെ എല്ലാം ആക്ഷേപിച്ചിരുന്നല്ലോ, ടെക്കുകാരനാണ് രാജീവ് ചന്ദ്രശേഖരനൊന്നും അറിഞ്ഞൂടാ, മലയാളം അറിഞ്ഞൂടെന്ന്. പക്ഷേ രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനാണ്. മോഡിയെപ്പോലെ അമിത്ഷാ പോലെ സംസ്ഥാന രാഷ്ട്രീയ ചാണക്യനാണ് രാജീവ് ചന്ദ്രശേഖർജി. ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ വരികയാണെങ്കിൽ പിളർപ്പുകളിലേക്ക് വന്ന് NDA വിഭാവനം ചെയ്യുന്നൊരു ഗവൺമെൻറ് മേയിൽ കേരളത്തിൽ വന്നുകൂടാന്നില്ല. അതിന് വേണ്ട ഒരു പ്രചോദനമാണ് ഇവിടെ എലക്ട് ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ചെയർമാന്മാരെയും വൈസ് ചെയർമാന്മാരെയും തിരുവനന്തപുരം നഗരപിതാവിനെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാം ഡൽഹിയിൽ വിളിച്ച് മോഡിയും നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാറും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും JP നദ്ദയും കേരള പ്രഭാരിമാരും വിവിധ സംസ്ഥാന മുനിസിപ്പൽ കോർപ്പറേഷൻ സന്ദർശിക്കുവാൻ വിട്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ
ജനങ്ങളുടെ ഇടയിലും സഭയുടെ മേലധ്യക്ഷന്മാരും സഹായിക്കുകയാണ് എങ്കിൽ കോട്ടയം പോലുള്ള സ്ഥലത്ത് NDAയുടെ MLA അസംബ്ലിയിൽ വരുന്ന കാര്യം ഉറപ്പ്. UDF വളരെ ഗതികേടായിരിക്കും കോട്ടയം ജില്ലയിൽ. അവിടെ NDAയും LDFും തമ്മിലുള്ള മത്സരത്തിലേക്ക് വരും. ഇവിടെ റോസി അഗസ്റ്റിൻ LDFിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ മാണി ഇന്ന് പല പഞ്ചായത്തുകളിലും വാർഡുകളിലും ജോസ് കെ മാണി പറഞ്ഞ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു നേതൃത്വം വേണം, കേരള കോൺഗ്രസ് എമ്മിന് ഒരു നേതൃത്വം വേണമെന്ന് സ്ഥിരം ഡയലോഗ് അടിക്കുന്നത്. അഥവാ ഒത്തുതീർപ്പായി പാലയിൽ വീണ്ടും ജോസ് കെ മാണിയെ നിർത്തണമെന്നാണ് ഈ റോസി അഗസ്റ്റിൻ്റെ ആഗ്രഹം. വീണ്ടും തോക്കും. അപ്പോൾ 2-3 പ്രാവശ്യം തോക്കുമ്പോൾ ജനസ്വാധീനമില്ല. മാണിയുടെ മാണി കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം റോസി അഗസ്റ്റിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് റോസി അഗസ്റ്റിൻ്റെ ഗ്രൂപ്പായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.